ഹലോ, ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എൻ്റെ ബ്രദർ ഇന്ന് UAE നിന്ന് വരുന്നുണ്ട്. 2 ഇയേഴ്സായി അവൻ UAE പോയിട്ട്. അപ്പോൾ അവനെ കൂട്ടാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഫാദിക്കുട്ടൻ ഇന്ന് എക്സാം ആയിരുന്നു. സ്കൂളിലെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അവനെയും കൂട്ടിയാണ് കേട്ടോ വന്നത്. മോളിത് എത്രയും നേരം ഉറക്കമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അതേ ഉണർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നേരെ പോയി കാർ പാർക്ക് ചെയ്യുക, അവനെ കൂട്ടാം. അത് മാത്രമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോൾ ഇതുവരെ അസി എന്നാണ് കേട്ടോ ഞാൻ എൻ്റെ ബ്രദറിനെ വിളിക്കുന്നത്. അവനെ നേരിട്ട് കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം അവർ മീറ്റ് ചെയ്യാൻ പോവാം. വീഡിയോ കോളിലൊക്കെ കാണും, മാമ എന്നൊക്കെ വിളിക്കും, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഫാദിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫാദിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അസിയായിരിക്കും. കാരണം രണ്ടുപേരും സെയിം വൈബാണ്. ഫാദിയുടെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ഒരാളാണ് എൻ്റെ അനിയൻ. ഫാദിയും ആകെ എക്സൈറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. മോള് തലയിലിരുന്ന ബോയെല്ലാം ഊരി കയ്യിൽ വെച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ. എന്നിട്ട് ഇനിയിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പോയി. ആ സമയത്ത് അവനെവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ലാൻഡ് ചെയ്തിട്ട് കുറച്ച് ടൈമായി, 10 മിനിറ്റായി. ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് കാണാം. ഫാദി പിന്നെ ഏതൊരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒന്നും കൂടെ നിൽക്കത്തില്ല. അവൻ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ കാത്തിരുന്ന ആൾ പുറത്തെത്തിയിട്ടുണ്ട്. ആമിയുടെ എക്സൈറ്റ്മെൻറ്റ് എന്താ, അവളുടെ ഫേസിൽ എന്താണ് വരുന്നതെന്ന് അറിയാനായിട്ടായിരുന്നു ഇരുന്നത്. പക്ഷേ അവൾ മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യം മോൻ്റെ മുഖം നോക്കിക്ക്, ആ ഒരു ചിരി കണ്ടോ. ഫാദി അസി പോകുന്ന ടൈമിൽ ഫാദിക്ക് അന്നൊരു 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവന് 5 വയസ്സാവുന്നു. അപ്പോൾ എങ്കിലും ആ ഒരു ബോണ്ടിങ് ഒന്നും ഇതുവരെ ഒരു കൊട്ടും കുറഞ്ഞിട്ടില്ല. മൂക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എവിടെയോ കണ്ട ഒരു പരിചയമൊക്കെ അവളുടെ മുഖത്ത് വരുന്നുണ്ട്. അവളിപ്പോൾ കുറച്ച് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോഴത്തേക്കും കുറച്ചൊന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈ ആളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു എക്സ്പ്രഷനാണ്. ഈ സമയത്ത് ട്രോളി ഉന്തിക്കൊണ്ട് ഫാദി അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ മോളെ അവനെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ കാറിലേക്ക് പോവാം, പാർക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോവാം. അവൾ ഒന്നും കാണിക്കുന്നില്ല, മുഖത്തിങ്ങനെ പാവക്കുട്ടിയെ പോലെ ഇരിക്കുകയാണ്. മുഖത്ത് പ്രത്യേകിച്ചൊരു എക്സ്പ്രഷനോ ഒന്നുമില്ല. അപ്പോൾ ഫാദിയുടെ മെയിൻ ജോലി കണ്ടോ. ഫാദിക്ക് നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ട്രോളി ഇട്ടുകൊണ്ട് പോകാമെന്നുള്ളതാണ്. അത് അവൻ ഇവിടെയും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ. എല്ലാവരും കൂടെ ചേർന്നൊരു ഫോട്ടോ കിട്ടുകയെന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ വരുമ്പോൾ ഒരാളെ കിട്ടില്ല, അങ്ങനെയൊക്കെയാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ നമ്മുടെ കാർ വന്നിട്ടുണ്ട്. വലിയ ലഗേജൊന്നുമില്ല, അപ്പോൾ അതെടുത്ത് ഇനിയിപ്പോൾ കാറിൽ ഡിക്കിയിലോട്ട് വെച്ചാൽ മതി. കാറിൽ കയറിയിട്ട് മാമച്ചിയുടെ മടിയിൽ കയറി ഇരിപ്പായി. മോളിരിക്കുന്ന സമയത്ത് ഫാദിക്കുട്ടിന് ചെറിയൊരു വിഷമ സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ എയർപോർട്ടിൽ നിന്ന് നേരെ കഴക്കൂട്ട് എത്തുന്നതിന് മുന്നേ തന്നെ മോൾക്ക് മാമച്ചിയുടെ മടിയിലിരുന്ന് ബോറടിച്ചു. അവൾക്കങ്ങനെയാണ്, അവൾക്ക് കാറിൽ പിന്നെ അവൾ എങ്ങനെയെങ്കിലും ആണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്നത്. അതിന് ശേഷം ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്കും ഉച്ചയായ സമയം ഒരു 12:30 ഞങ്ങൾ സ്ഥിരം ഇപ്പോൾ കയറുന്ന ഒരു കടയുണ്ട് കേട്ടോ, വെഞ്ഞാറമൂട്. ഒരു മട്ടൻ കട എന്നാണ് ഇതിൻ്റെ പേര്. അവിടെ ഞങ്ങൾ ഡിന്നർ ഒക്കെയാണ് കഴിക്കാൻ കയറിയിട്ടുള്ളത്. സോ ഇത് ഫസ്റ്റ് ടൈമാണ് ലഞ്ച് കഴിക്കാൻ കയറുന്നത്. ഡിന്നറിന് അന്ന് ഒരിക്കൽ കഴിച്ചത് സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വീട്ടിലെത്തി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങൾ. ബൈ.